നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജസ് ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്കറിയാം രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ CPU-നകത്ത് കിടക്കുന്ന ചെറിയ ചെറിയ സ്റ്റോറിങ് സ്പേസുകളെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം രജിസ്റ്റേഴ്സിനകത്ത് എങ്ങനെ ട്രാൻസ്ഫറിങ് നടക്കും, അതിനുവേണ്ടി എന്തൊക്കെ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എന്തൊക്കെ ഓപ്പറേഷൻസാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്. A specific notation used to specify the digital system is called register transfer language. അതായത് നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ സ്പെസിഫിക് നൊട്ടേഷൻസിനെയാണ് നമ്മളെന്ത് പറയുക, രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജസ്. പിന്നെ ഈ പേര് പോലെ തന്നെ രജിസ്റ്റേഴ്സിനകത്തുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എസ്പെഷ്യലി മൈക്രോ ഓപ്പറേഷൻസ്. അപ്പോൾ നിങ്ങളിത് എന്താണ് മൈക്രോ ഓപ്പറേഷൻസ്? ഈ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേഴ്സിനകത്തുള്ള ഡാറ്റയ്ക്കിടയിൽ മാനിപ്പുലേഷൻ നടത്തുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, മൈക്രോ ഓപ്പറേഷൻസ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ് ആര്, രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജസ്. ഓക്കെ, ഫോർ എനി ഫംഗ്ഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ആണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മുടെ മൈക്രോ ഓപ്പറേഷൻസിൻ്റെ ബേസിൽ. അതായത് നമ്മൾ കാണുമ്പോൾ ആസ് എ യൂസർ നമ്മൾ എന്തോ ഒരു ഇൻപുട്ട് കൊടുത്തു, നമുക്ക് എന്തോ ഒരു ഔട്ട്പുട്ട് കിട്ടിയെന്നേ നമ്മൾ കാണുന്നുള്ളൂ ആസ് എ യൂസർ. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ വേർഷൻ നോക്കുമ്പോൾ ആ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്നത് ഒരുപാട് മൈക്രോ ഓപ്പറേഷൻസ് ആണ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാകും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ. ഇത്തരം ഒരുപാട് ടൈപ്സ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസൊക്കെ നടന്നിട്ടാണ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മളൊന്നും ചിന്തിക്കുന്നില്ല, നമ്മൾ എന്തോന്ന് കൊടുത്തു, എന്തോന്ന് റിസൾട്ട് കിട്ടി, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇത്രയും ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ഈസ് എ സിംബോളിക് ലാംഗ്വേജ്. അതൊരു സിംബോളിക് ലാംഗ്വേജ് ആണ്. എ കൺവീനിയൻറ്റ് ടൂൾ ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺവീനിയൻറ്റ് ടൂളാണ് നമ്മുടെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്. It can also be used to facilitate the design process of digital system. അതേപോലെ തന്നെ നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ RTL യൂസ് ചെയ്യാൻ കഴിയും. അതായത് അതിൻ്റെ ഫങ്ഷനിങ്, പെർഫോമൻസൊക്കെ മാനേജ് ചെയ്യാൻ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് മൈക്രോ ഓപ്പറേഷൻ? ഞാൻ പറഞ്ഞു എന്താണെന്ന്, എങ്കിൽ കൂടെ നോക്കാം. സിമ്പിൾ ഡിജിറ്റൽ സിസ്റ്റം ആർ ഫ്രീക്വൻലി ക്യാരക്ടറൈസ്ഡ് ഇൻ ടേംസ് ഓഫ് രജിസ്റ്റേഴ്സ് ദേ കണ്ടെയ്ൻ ആൻ ഓപ്പറേഷൻ ദാറ്റ് ദേ പെർഫോം. അതായത് നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ റിസൾട്ട് കാണുന്നത് മെയിനായിട്ട് അതിനകത്തുള്ള രജിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഓപ്പറേഷൻസ് നടന്നിട്ടാണ്. സോ അതിനകത്തുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ അതിനകത്ത് നടക്കുന്ന ആ രജിസ്റ്റേഴ്സ് നടത്തുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിലാണ് നമുക്ക് കിട്ടുക, ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. The operations on the data in registers are called micro operations. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, രജിസ്റ്റേഴ്സിനകത്തുള്ള ഡാറ്റയ്ക്ക് നടത്തുന്ന ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് പറയും, മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയും. ദ ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ടു രജിസ്റ്റേഴ്സ് ആർ എക്സാമ്പിൾ ഓഫ് മൈക്രോ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളിങ്ങനെ രജിസ്റ്റേഴ്സിനകത്ത് നടത്തുന്ന ഇത്തരം ഫങ്ഷൻസ് ആണല്ലോ നമ്മുടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണല്ലോ ഈ മൈക്രോ ഓപ്പറേഷൻസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മൈക്രോ ഓപ്പറേഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഷിഫ്റ്റ്, ലോഡ്, ക്ലിയർ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, പിന്നെ കോംപ്ലിമെൻറ്റ്, പല ടൈപ്സ്, ഒക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റിക്ക് ഷിഫ്റ്റ് ചെയ്യുക ഡാറ്റ, അല്ലെങ്കിൽ റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ, ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടില്ല. അത് ലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റ രജിസ്റ്റർക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലുള്ള ഒരു ഡാറ്റ ഇറേസ് ചെയ്ത് കളയുക. ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എന്താണോ അതൊന്ന് +1. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ പ്രോഗ്രാം കൗണ്ടറൊക്കെ പറയാറില്ലേ, അതിനകത്തൊക്കെ എന്താണ്, ഇൻക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് എപ്പോഴും +1 ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഇൻക്രിമെൻറ്റ് എന്ന് പറയുക. കമ്പ്യൂട്ടർ സിസ്റ്റം മൈക്രോ ഓപ്പറേഷൻസ് ആർ ഓഫ് 4 ടൈപ്സ്: രജിസ്റ്റർ ട്രാൻസ്ഫർ മൈക്രോ ഓപ്പറേഷൻ, അരിത്മെറ്റിക് മൈക്രോ ഓപ്പറേഷൻ, ലോജിക് മൈക്രോ ഓപ്പറേഷൻ, ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. അതായത് ഒന്ന് രജിസ്റ്റർ ട്രാൻസ്ഫറിങ്ങിനുള്ള മൈക്രോ ഓപ്പറേഷനാണ്, പിന്നെ എന്തെങ്കിലും അരിത്മാറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്ന മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട്, പിന്നെ ലോജിക് ഓപ്പറേഷൻസ്, പിന്നെ ഷിഫ്റ്റ് ഓപ്പറേഷൻസൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ട്രാൻസ്ഫർ, കോപ്പിയിങ് ദ കണ്ടൻറ്റ് ഓഫ് വൺ രജിസ്റ്റേഴ്സ് ടു അനദർ രജിസ്റ്റർ ഈസ് എ രജിസ്റ്റർ ട്രാൻസ്ഫർ. അതായത് ഒരു രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് മറ്റൊരു രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, രജിസ്റ്റർ ട്രാൻസ്ഫർ എന്ന് പറയും. ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് R2 ഗീവ്സ് R1 എന്ന് പറഞ്ഞാൽ എന്താണ്, R1ലുള്ള ഡാറ്റ R2ലേക്ക് കോപ്പി ചെയ്യും. In the case of content of register R2 are
ഇൻറ്റു ഓക്കെ ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് R1-ൽ നിന്ന് R2-ക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റർ R1 ആർ മൂവ് ടു രജിസ്റ്റർ R2 എന്നാണ് പറയുന്നത്. അതായത് ഡാറ്റ R1-ൽ നിന്ന് R2-ക്കാണ് ഇവിടെ മൂവ് ചെയ്യുന്നത് കേട്ടോ. A simultaneous transfer of all bits from the source R1 to the destination register R2 during the clock pulse. അതായത് ഇതിനകത്തുള്ള R1-ലുള്ള കംപ്ലീറ്റ് ബിറ്റുകൾ എന്ത് ചെയ്യും, സിമിൾട്ടേനിയസ് ആയിട്ട് R2-ലേക്ക്, ഡെസ്റ്റിനേഷൻ ആരാണ് R2 ആണ്, അതിനകത്തേക്ക് ഒരു ക്ലോക്ക് പൾസിൻ്റെ ടൈമിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയും. അതായത് ഒരു ഓരോന്നിനോരോ ക്ലോക്ക് പൾസ് ഉണ്ടല്ലോ, നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്താകുമ്പോൾ അതിനകത്ത് R1 നിന്ന് R2ക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാ ബിറ്റിനെയും ഒരുമിച്ച് സിമിൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Note that this is destructive. The content of R1 are not altered by copying, loading them to R2. അതായത് നമ്മൾ ഈ R1-ൽ ആൾട്രേഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നേ ഉള്ളൂ R2-ലേക്ക്. അതാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ. ഇനി അരിത്മാറ്റിക് മൈക്രോ ഓപ്പറേഷൻസ്. ദ ബേസിക് അരിത്മാറ്റിക് മൈക്രോ ഓപ്പറേഷൻസ് ആർ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. ഇതൊക്കെ നമുക്കറിയുന്ന അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ആണ്. ദ അഡീഷണൽ അരിത്മാറ്റിക് മൈക്രോ ഓപ്പറേഷൻസ് ആർ ആഡ് വിത്ത് ക്യാരി, സബ്സ്ട്രാക്ട് വിത്ത് ബോറോ, ട്രാൻസ്ഫർ ഓർ ലോഡ് എക്സെട്ര. ഇത്തരം അരിത്മാറ്റിക് ഓപ്പറേഷൻസും കൂടെ നമ്മളുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ കേസ് വരുമ്പോൾ വരുന്നുണ്ട്. സമ്മറി ഓഫ് ടിപ്പിക്കൽ അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ആർ, ഫസ്റ്റ് അഡീഷനാണ്. കണ്ടൻറ്റ് ഓഫ് R1 പ്ലസ് R2 ട്രാൻസ്ഫർ ടു R3. അതായത് R1-ഉം R2-ഉം അഡീഷൻ ചെയ്തിട്ട് R3-ക്ക് ട്രാൻസ്ഫർ ചെയ്തു. കണ്ടൻറ്റ് ഓഫ് R1 മൈനസ് R2 ട്രാൻസ്ഫേർഡിങ് ടു R3. അതായത് R1-ൽ നിന്ന് R2 മൈനസ് ചെയ്തിട്ട് ഡാറ്റ R3-ലെത്തി. ദെൻ R2 ഗീവ്സ് R2 ഡാഷ്, അതായത് കോംപ്ലിമെൻറ്റ് കണ്ടൻറ്റ് ഓഫ് R2-ൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തു. ദെൻ R2 ഗീവ്സ് R2 പ്ലസ് 1 2's കോംപ്ലിമെൻറ്റ് ഓഫ് കണ്ടൻറ്റ് ഓഫ് R2 നെഗേറ്റ് ചെയ്തു. അതായത് നമ്മൾ ആദ്യം 1's കോംപ്ലിമെൻ്റ് ആണ് ഇപ്പോൾ കണ്ടത്. R2 ഗീവ്സ് R2 ഡാഷ് എന്ന് പറഞ്ഞാൽ 1's കോംപ്ലിമെൻ്റ് ആണ്. R2 ഗീവ്സ് R2 ഡാഷ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെൻ്റ് ആണ്. R3 ഗീവ്സ് R1 പ്ലസ് R2 ഡാഷ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2's കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ ആണ്. ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്പർ കൺവേർഷനൊക്കെ പഠിച്ചപ്പോൾ BC-ക്കകത്ത് ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും 2's കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ. അതായത് 2's കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ ഫസ്റ്റ് നമ്പർ അതുപോലെ എഴുതും, സെക്കൻഡ് നമ്പർ 2's കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇത് സബ്സ്ട്രാക്ഷനാണ്. അപ്പോൾ എക്സാമിന് വണ്ണോട് ചോദിച്ചാൽ പറയാൻ കഴിയണേ, അതായത് 2's കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷനാണിത്. ദെൻ R1 ഗീവ്സ് R1 പ്ലസ് 1 ഇൻക്രിമെൻറ്റ്, R1 ഗീവ്സ് R1 മൈനസ് 1 ഡിക്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് നമുക്ക് അരിത്മാറ്റിക് മൈക്രോ ഓപ്പറേഷൻ അകത്തുള്ളത്. ഇനി ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻസ്. ലോജിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതാണ് ആൻഡ്, ഓർ, എക്സോർ, കോംപ്ലിമെൻറ്റ് എന്നൊക്കെയാണ് വരുന്നത്. ഇനി നോക്കാം. സ്പെസിഫൈ ബൈനറി ഓപ്പറേഷൻസ് ഓൺ ദ സ്ട്രിങ്സ് ഓഫ് ബിറ്റ് ഇൻ രജിസ്റ്റേഴ്സ്. ഇത് സ്പെസിഫൈ ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻസ് ആണ്. നമ്മളുടെ രജിസ്റ്റേഴ്സിനകത്തുള്ള ബിറ്റുകളുടെ ബൈനറി ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻസിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ലോജിക് മൈക്രോ ഓപ്പറേഷൻസ് ആർ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് ദേ വർക്ക് ഓൺ ഇൻഡിവിജ്വൽ ബിറ്റ് ഓഫ് ഡാറ്റ. ഈ ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻസ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് എന്നാണ് പറയുക. കാരണം എന്താണ്, അതിനകത്ത് ഇൻഡിവിജ്വൽ ബിറ്റ് ഓഫ് ഡാറ്റനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദർ ആർ ഇൻ പ്രിൻസിപ്പൾ 16 ഡിഫറെൻറ്റ് ലോജിക് ഫങ്ഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓവർ ടു ബൈനറി ഇൻപുട്ട് വേരിയബിൾസ്. അതായത് വെറും 0യും 1യും യൂസ് ചെയ്തിട്ട് നമുക്ക് 16 ലോജിക് ഫങ്ഷൻസ് നോർമലി ഉണ്ടാക്കാം. അതിൽ കൂടുതൽ ഉണ്ടാക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ഈ 0 1 നമ്മൾ പൊസിഷനിങ് സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്പർ കൺവേർഷൻ്റെ കേസ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ പൊസിഷനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഈ രണ്ട് വേരിയബിൾ, അതായത് 0യും 1യും വെച്ച് ചെയ്യാം. However, most system only implement 4 of these, AND, OR, XOR, complement. അതായത് നമ്മൾ ഇത്രയൊക്കെ ബിറ്റുകൾ ഉണ്ടെങ്കിലും ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നോർമലി ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻ്റെ കേസ് വരുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓപ്പറേറ്റേഴ്സാണ് എന്ത്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, XOR ഉണ്ട്, നോട്ട് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് ഇനിയും വേറെ ടൈപ്പ് ഓഫ് ഉണ്ടാക്കണമെങ്കിൽ ഈ ആൻഡും ഓറും ഒക്കെ മിക്സ് ചെയ്തിട്ടും കോംപ്ലിമെൻറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെയും ഒരുപാട് ടൈപ്പ് ഓഫ് ലോജിക്കൽ ഓപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻ്റെ ലിസ്റ്റ് ഇവിടെ താഴെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ലോജിക് മൈക്രോ ഓപ്പറേഷൻസ്, 16 ഡിഫറെൻറ്റ് ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻസ് വിത്ത് 2 ബൈനറി വേരിയബിൾസ്. അതായത് നമ്മൾ ജസ്റ്റ് 0യും 1യും വെച്ചിട്ട് 16 ഓപ്പറേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ n ബൈനറി വേരിയബിൾസ് 2 raised to n ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, ഇത് മിസ്റ്റേക്ക് വന്നു കേട്ടോ. n ബൈനറി വേരിയബിൾസ് ആകുമ്പോൾ 2 raised to n ഫങ്ഷൻസ് ആണ്. ഇത് 2 raised to n എന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് 2 raised to n. അതായത്
2 വേരിയബിൾ വെച്ച് ചെയ്യുമ്പോൾ 4 ഫങ്ഷൻസ് പോസിബിളാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു പേജിൽ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിലിട്ട് പറഞ്ഞിരുന്നു. അതായത് ഇൻപുട്ട് n ആണെങ്കിൽ ഔട്ട്പുട്ട് 2n എന്നൊക്കെ പലയിടത്തും പറഞ്ഞില്ല. അതേപോലെയുള്ള ഒരു ഫങ്ഷനിങ്ങാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ 0 0 0 1 അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. 2 വേരിയബിൾ വെച്ച് 16 ഫങ്ഷൻസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലോജിക് മൈക്രോ ഓപ്പറേഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് 0 0 കൊടുത്തു, അവിടെ ക്ലിയർ ആണ് കൊടുത്തത്, എഫ് കീസ് ക്ലിയർ. പിന്നെ എ ആൻഡ് ബി കൊടുത്തിട്ടുണ്ട്, അതായത് ആൻഡ് ഓപ്പറേഷൻ. പിന്നെ എ ആൻഡ് ബി ഡാഷ് കൊടുത്തിട്ടുണ്ട്, അതായത് ബി കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആൻഡ് ചെയ്യുക. പിന്നെ എ ട്രാൻസ്ഫർ ചെയ്യുക കൊടുത്തു. പിന്നെ മറ്റേ നമ്മളുടെ നേരത്തെ പറഞ്ഞ ആൻഡ് ഓപ്പറേഷൻ വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് എ കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റ് ബി കൊടുത്തു, എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കൊടുത്തു. പിന്നെ ട്രാൻസ്ഫർ ബി കൊടുത്തു. പിന്നെ എക്സ്ക്ലൂസീവ് ഓർ എ ഓർ ബി കൊടുത്തു. പിന്നെ എ ഓർ ബി കൊടുത്തു. അതായത് ഇതൊക്കെ ജസ്റ്റ് ഇത്രയും ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് കാണിക്കാനാണ് എ ഓർ ബി ഡാഷ്. ഇതിനെ നോർ എന്ന് പറയും. അതായത് എ ഓർ ബി ചെയ്തിട്ട് പിന്നെ അതിനെ നോട്ട് ചെയ്തു. പിന്നെ എക്സ്ക്ലൂസീവ് നോറാണ്, അതായത് എ എക്സ്ക്ലൂസീവ് ഓർ ബി ചെയ്തു, ഇങ്ങോട്ട് ലാസ്റ്റ് അതിനെ നോട്ട് ചെയ്തു, കണ്ടോ കോംപ്ലിമെൻ്റ് എടുത്തു. അപ്പോൾ എന്താ പറയുക, എക്സ്ക്ലൂസീവ് നോർ. മറ്റേൻ്റെ കേസിലോ എ ഓർ ബി എടുത്തിട്ട് നമ്മൾ കോംപ്ലിമെൻ്റ് എടുത്തപ്പോൾ അതിന് നോർ എന്ന് പറഞ്ഞു, അതായത് ഓർ പ്ലസ് നോട്ട്, അതിന് നോർ ഗേറ്റ് എന്ന് പറയും. ഓക്കെ. പിന്നെ ബി ഡാഷ് എടുത്തിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് ബി. പിന്നെ എ ഓർ ബി ഉണ്ട്. പിന്നെ എ ഡാഷ് ഉണ്ട്, കോംപ്ലിമെൻ്റ് എ ഉണ്ട്. പിന്നെ എ ഡാഷ് ഓർ ബി ഉണ്ട്, അതായത് കോംപ്ലിമെൻ്റ് കണ്ടിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യുക. പിന്നെ എ ആൻഡ് ബി ഓർ ആൻഡ് ബി, അതായത് എയും ബിയും ആൻഡ് ചെയ്തുകൊണ്ട് അതിനെ നോട്ട് ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും ആൻഡ് ചെയ്തു, അതിനെയാണ് നാൻഡ് എന്ന് പറയുക. അതായത് നോട്ട് പ്ലസ് ആൻഡ്, അതാണ് നാൻഡ്. പിന്നെ ഓൾ വൺസ്, സെറ്റ് ഓൾ വൺസ്, എല്ലാം വൺസാക്കി സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ലോജിക്കൽ മൈക്രോ ഓപ്പറേഷനാണ് നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ കൺസെപ്റ്റുകളും ജസ്റ്റ് ഇതെന്തൊക്കെയാണ് നടക്കുന്നതൊന്നും എങ്ങനെയാണത് സിംബലൈസ് ചെയ്യാമെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ. ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോന്നും പറയാവുന്നതാണ്. എത്ര മാർക്കിനാണ് അതിനനുസരിച്ച് പറയാം കേട്ടോ. ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോജിക് മൈക്രോ ഓപ്പറേഷൻസ്, അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ വാല്യൂസിനെ ആൻഡും മോറൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മളൊന്ന് ഹാർഡ്വെയർ ആയിട്ട് ഇംപ്ലിമെൻറ്റ്. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം ബേസിക്കലി കൺസെപ്റ്റുകളാണ്, പക്ഷേ അതിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു ട്രൂത്ത് ടേബിൾ, ഫംഗ്ഷൻ ടേബിളാണ് ഇവിടെ വരയ്ക്കുന്നത്. വരച്ചു എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക. അതായത് ഫസ്റ്റ് എന്താണ് 0 0 വരുമ്പോൾ എ ആൻഡ് ബി ആണ് ചെയ്യുന്നത്, അതായത് എ എന്നൊന്നെടുക്കും ബി എന്നൊന്നെടുക്കും, എ ആൻഡ് ബി ചെയ്തു 0 0ൻ്റെ കേസ്. പിന്നെ നെക്സ്റ്റ് കേസിൽ എ ഓർ ബി ആണ് ചെയ്യുന്നത്, കണ്ട് എ എന്നൊന്നും ബി എന്നൊന്നും വന്ന് ഓർ ചെയ്തു. പിന്നെ എക്സ് ഓർ ബി ആണ് ചെയ്യുന്നത്, അപ്പോൾ എ ബി എക്സ് ഓർക്ക് വന്നു, എന്നിട്ട് റിസൾട്ട് മൾട്ടിപ്ലക്സറിൽ കൊടുത്തു. പിന്നെ ലാസ്റ്റ് എന്താണ് എ കോംപ്ലിമെൻറ്റ്, അതായത് എ എന്ത് ചെയ്തു, നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് ഇതിനകത്ത് ഒരു ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഫംഗ്ഷനാണോ അതിനനുസരിച്ചായിരിക്കും വരിക. നെക്സ്റ്റ് ടൈം നമ്മളോട് വേറെ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് വരും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ S1ഉം S0ഉം ഇൻപുട്ട് ലൈൻസ് ആയിട്ടും കൊടുക്കും, സെലക്ഷൻ ലൈൻസ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടേബിളിൽ എന്താണുള്ളത് നോക്കുക, അതിനനുസരിച്ച് ഇവിടെ വരക്കുക കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഒരു മാർക്ക് എന്തെങ്കിലും ടേബിളൊക്കെ ചോദിച്ചിട്ട് ഇത് വരപ്പിക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ് ഗേറ്റ് എന്താണെന്നും മോർ ഗേറ്റിൻ്റെ ഷേപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ലോജിക് ഗേറ്റ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് മനസ്സിലാവും, ആൻഡ് എങ്ങനെ വരക്കാം, മോർ എങ്ങനെ വരക്കാം, എക്സ്ക്ലൂസീവ് ഓർ എങ്ങനെ വരക്കാം എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് വരക്കാം. ഓക്കെ. നെക്സ്റ്റ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ്. There are 3 types of shift. സോറി കേട്ടോ, ഞാനിങ്ങനെ ഡിലേ എടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഒരുമിച്ചായതുകൊണ്ടേ ഫുൾ ടൈം ബിസിയാണ്. സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. കാരണം കോളേജിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. കോളേജ് കഴിഞ്ഞ് വന്നാലും ഉണ്ടാകും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. കുട്ടികൾ ലീവായോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തുകൊണ്ട് ലീവായോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ അവരെ കൊണ്ട് ലീവ് ലെറ്റർ ചെയ്യിക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആകുമ്പോൾ രാത്രി ഉറക്കം ഇരുന്നിട്ടൊക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം നമുക്ക് ഈ ഒരു ടൈം മതിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഓഫ്ലൈൻ ആകുമ്പോൾ ഇത്ര റിസ്ക് വരുന്നില്ല. ഇതിപ്പോൾ കുറച്ച് ആളുകൾക്ക് ഓൺലൈൻ, കുറച്ച് ആളുകൾക്ക് ഓഫ്ലൈൻ ആയതുകൊണ്ടാട്ടോ. സോറി ഫോർ ദാറ്റ്. ഇങ്ങനെ നമ്മൾ ഉറക്കം ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാമെന്നല്ലോ.
നമ്മൾ ഉറക്കം നന്നായിട്ട് കളയുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ സോറി, എന്തെങ്കിലും പ്രശ്നം വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ അപ്പോൾ അതിനനുസരിച്ച് കറപ്ഷൻസ് വരുത്തിക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ എന്നോട് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിനി പറയാൻ പോകുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷനാണ്. ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ്. ലോജിക്കൽ ഷിഫ്റ്റ് ഉണ്ട്, സർക്കുലർ ഷിഫ്റ്റ് ഉണ്ട്, അരിത്മെറ്റിക് ഷിഫ്റ്റ് ഉണ്ട്. വൺ ഡിഫറൻഷിയേറ്റ് ദം ഇൻ ദ ഇൻഫർമേഷൻ ദാറ്റ് ഗോസ് ഇൻ ടു എ സീരിയൽ ഇൻപുട്ട്. അതായത് ഇതെങ്ങനെയാണ് സീരിയൽ ഇൻപുട്ടിലേക്ക് ഇൻഫർമേഷൻ പോകുന്നത്, അതിനനുസരിച്ചാണ് നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലോജിക്കലാണോ, സർക്കുലറാണോ, അരിത്മെറ്റിക് ആണോ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് സീരിയൽ ഇൻപുട്ടിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എന്താണ് കണ്ടോ, ആരോ റൈറ്റിക്കല്ല പോകുന്നത്, അതിനെയാണ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുക. ലെഫ്റ്റ് ഷിഫ്റ്റിക്കാണെങ്കിൽ നമ്മുടെ സീരിയൽ ഇൻപുട്ടിൻ്റെ ആരോ ലെഫ്റ്റിക്കാണ് പോവുക. ഇനി ലോജിക്കൽ ഷിഫ്റ്റ് ദ സീരിയൽ ഇൻപുട്ട് ടു ദ ഷിഫ്റ്റ് ഈസ് 0. അതായത് നമ്മൾ ഇൻപുട്ട് സീരിയലായിട്ട് കൊടുക്കുന്ന ആൾ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ 1 ആയിരിക്കാം. കാരണം ലോജിക്കൽ ഓപ്പറേഷൻസിനകത്ത് ഈ രണ്ടാളുകളെ വരാനുള്ളൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഈ റൈറ്റ് ലോജിക്കൽ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ 0 റൈറ്റിലേക്ക് പോകുന്നു, എക്സ് ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ ഷിഫ്റ്റിനെ കുറിച്ച് പറയാൻ. ഇനി രജിസ്റ്റർ ട്രാൻസ്ഫർ, അപ്പോൾ ഈ ഫിഗറൊക്കെ വരക്കണം കേട്ടോ ചോദിക്കുമ്പോൾ. ഇനി രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്, കാരണം ഈ ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് കൺസെപ്റ്റുകളെന്നൊക്കെ അറിയാം. ഓക്കെ, ഇതൊക്കെ ഇനിയും ലെങ്തിയുള്ള നോട്ടുകൾ തന്നാൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവില്ലേ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ബുക്സ് എന്തെങ്കിലും റെഫർ ചെയ്യാൻ നോക്കുക. ലോജിക്കൽ ഷിഫ്റ്റൊക്കെ പിന്നെ സിമ്പിളായി കൺസെപ്റ്റാണ്, കുറേ നേരം റെഫർ ചെയ്ത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടൈം. പക്ഷേ നമ്മൾ നോട്ട് അതൊക്കെ തരുമ്പോഴേക്കും നിങ്ങൾക്ക് ഓവർലോഡ് ആവുമെന്ന് കരുതിയിട്ടാണ്. കണ്ടൻറ്റ് ഇങ്ങനെ ഒരുപാടില്ലേ. ലെഫ്റ്റ് ലോജിക്കൽ ഷിഫ്റ്റ് ആകുമ്പോഴോ ലെഫ്റ്റിലേക്കാണ് നമ്മളുടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ദ ഫോളോയിങ് നൊട്ടേഷൻസ് ഈസ് യൂസ്ഡ്. ഒന്ന് ലെഫ്റ്റ് ലോജിക്കൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ഉണ്ട്, പിന്നെ ഷിഫ്റ്റ് റൈറ്റ് ഉണ്ട്, ലോജിക്കൽ ഷിഫ്റ്റ് റൈറ്റും ഉണ്ട്. എക്സാമ്പിൾ R2 gives ഷിഫ്റ്റ് റൈറ്റ് R2, R3 ഷിഫ്റ്റ് ലെഫ്റ്റ് R3. അതായത് എന്ത് ചെയ്യുന്നത്, R2നെ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, R3നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഏതോ ഒരു നമ്പർ 0 1 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സർക്കുലർ ഷിഫ്റ്റ് ദ സീരിയൽ ഇൻപുട്ട് ഈസ് ദ ബിറ്റ് ദാറ്റ് ഈസ് ഷിഫ്റ്റഡ് ഔട്ട് ഓഫ് അതർ എൻഡ് ഓഫ് ദ രജിസ്റ്റർ. അതായത് ഇത് കഴിഞ്ഞാൽ മറ്റേനെ പോലെ ഔട്ടല്ല ആവുന്നത്, നേരെ തിരിച്ച് വീണ്ടും നമ്മളുടെ ഫസ്റ്റ് രജിസ്റ്ററിൽ തന്നെ എത്തും. റൈറ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് എന്താണ്, റൈറ്റിലേക്കാണ് ആരോ പോകുന്നത്. ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ് ആരോ പോകുന്നത്. പിന്നെ RTL ദ ഫോളോയിങ് നൊട്ടേഷൻസ് യൂസ്ഡ്. CIL സർക്കുലർ ഷിഫ്റ്റ് ലെഫ്റ്റ്, CIR സർക്കുലർ ഷിഫ്റ്റ് റൈറ്റ്. എക്സാമ്പിൾ R2 gives CIR R2, R3 CIL R3. അതായത് സർക്കുലർ ഷിഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ലാസ്റ്റ് R ഉം L ഉം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അരിത്മെറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷൻ. ആൻഡ് ലെഫ്റ്റ് അരിത്മെറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷൻ മസ്റ്റ് ബി ചെക്ക്ഡ് ഫോർ ദ ഓവർഫ്ലോ. അതായത് ഇതിനകത്ത് ഓവർഫ്ലോ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അരിത്മെറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷനകത്ത്. അതായത് എന്തോ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ബിഫോർ ദ ഷിഫ്റ്റ് ഇഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് 2 ബിറ്റ്സ് ഡിഫർ ദ ഷിഫ്റ്റ് വിൽ റിസൾട്ട് ഇൻ ആൻ ഓവർഫ്ലോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 ബിറ്റുകളെയും പിടിച്ചിട്ട് ഡിഫർ ചെയ്തിട്ട് അതിനെ ഓവർഫ്ലോ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ RTL ദ ഫോളോയിങ് നൊട്ടേഷൻ ഈസ് യൂസ്ഡ്. ASHL ഫോർ അരിത്മെറ്റിക് ഷിഫ്റ്റ് ലെഫ്റ്റ്, ASHR ഫോർ അരിത്മെറ്റിക് ഷിഫ്റ്റ് റൈറ്റ്. അതായത് നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോസിബിളാണ്. അരിത്മെറ്റിക് ഷിഫ്റ്റ് റൈറ്റ്, അരിത്മെറ്റിക് ഷിഫ്റ്റ് ലെഫ്റ്റും പോസിബിളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു അരിത്മെറ്റിക് ഷിഫ്റ്റ് രജിസ്റ്ററാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണ് ഷിഫ്റ്റ് ലെഫ്റ്റോ റൈറ്റോ ചെയ്യുമ്പോൾ അങ്ങനെ ഓവർഫ്ലോ ഉണ്ടാകുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അരിത്മെറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യും. സോ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, 2 ബിറ്റുകൾ ലെഫ്റ്റ് മോസ്റ്റുള്ള 2 ബിറ്റുകൾ ഡിഫർ ചെയ്തിട്ട് കണ്ടോ ഇവിടെ ഒരു ഒറ്റ ഇതാക്കി മാറ്റുകയാണ്. ഒറ്റ ബിറ്റാക്കി മാറ്റിയാൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുണ്ടോ ഇവിടെ നിന്നാണ് ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ട് ലാസ്റ്റ് കിട്ടിയ 2 ആളുകളെ പിടിച്ചിട്ട് എക്സ്ക്ലൂസീവ് ഓർ ചെയ്തിട്ട് ഒരൊറ്റ ബിറ്റിലേക്ക് അല്ലെങ്കിൽ ഒറ്റ ലൊക്കേഷനിലേക്ക് രജിസ്റ്ററിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ബേസിക് സിമ്പിൾസ് ഫോർ രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സ്. ഏതൊക്കെയാണ് സിമ്പിൾസ് ഉള്ളത് നമ്മളുടെ രജിസ്റ്റർ ട്രാൻസ്ഫറിനകത്ത്? ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്, ഡിനോട്ട് ചെയ്യുന്നത് രജിസ്റ്റേഴ്സിനെയാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഡിനോട്ട് ചെയ്തു. പിന്നെ ന്യൂമറൽസ് ആൻഡ് പാരന്തസിസ് ഡിനോട്ട് ചെയ്യുന്നത്
രജിസ്റ്ററിൻ്റെ പാർട്ടായിട്ട് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ടോ, എക്സാമ്പിളായിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ന്യൂമറൽസോ പാരന്തേഴ്സോ ആയിട്ട് കൊടുക്കും. പിന്നെ ആരോ കൊടുക്കും, ഡിനോട്ട് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ട്രാൻസ്ഫർ കാണിക്കാൻ വേണ്ടി നമ്മൾ ആരോ കൊടുക്കും. പിന്നെ കോളൻ കൊടുക്കും, ഡിനോട്ട് ടെർമിനേഷൻ ഓഫ് കൺട്രോൾ ഫംഗ്ഷൻ. കൺട്രോൾ ഫംഗ്ഷൻ്റെ ടെർമിനേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോളൻ കൊടുക്കും, കോമ കൊടുക്കും, മൈക്രോ ഓപ്പറേഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ബസ് ആൻഡ് മെമ്മറി ട്രാൻസ്ഫർ. Bus is a path of a group of wires over which information is transferred for any of several sources to any of several destinations. അതായത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഡാറ്റ പോകുന്നുണ്ടെങ്കിൽ അവരെ നമ്മളൊരു പാത്തായിട്ടാണ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കോമൺ പാത്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വയേഴ്സാണോ ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് ഒക്കെ ആയിരിക്കും. കണ്ടോ, ബസ് ലൈൻസ് പറഞ്ഞാൽ ഒറ്റ പാത്ത് കൊടുത്തു, എന്നിട്ട് എല്ലാ രജിസ്റ്റേഴ്സും അയക്കാണ് ആ കോമൺ ആയിട്ട് ഡാറ്റ പാസ് ചെയ്യുക. എന്നിട്ട് അതാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ബസ് എന്ന് പറയുക. a path or group of wires over which information is transferred. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. ഫ്രം എനി ഓഫ് സെവറൽ സോഴ്സസ് ടു എനി സെവർ ഡെസ്റ്റിനേഷൻ. എത്ര സോഴ്സിൽ നിന്നും എത്ര ഡെസ്റ്റിനേഷനിലും ഇത് പോസിബിളാണ്. ഇവിടെ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 4 ലൈൻ ബസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒറ്റ ബസ്സിൽ നിന്ന് 4 ടീമിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനാണ് 4 ലൈൻ ബസ് എന്ന് പറയുക. അപ്പോൾ രജിസ്റ്ററിന് നമ്മൾ മൾട്ടിപ്ലക്സർ കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് എന്താ വെച്ചാൽ എക്സ് എന്ന ഇൻപുട്ട് ഉണ്ട്, അതേപോലെ സെലക്ട് എന്ന ഇൻപുട്ടുകളൊക്കെ കണ്ടോ. അവർ 4 ലൈൻസായിട്ട്, അതായത് 4 ലൈൻ ബസ്സായിട്ട് ഓരോ മൾട്ടിപ്ലക്സർക്കും സെപ്പറേറ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുക, 4 ലൈൻ ബസ്. അതായത് ഇത്രയും കണക്ഷൻസൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺ പാത്താണ് നമ്മുടെ ബസ്. ഈ ഫിഗറൊക്കെ വേണമെങ്കിൽ വരച്ചാൽ മതിയിട്ട്, കാരണം ബസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. Bus transfer in RTL. Depending on whether the bus is to be mentioned explicitly or not, register transfer can be indicated as either R2 gives R1 അല്ലെങ്കിൽ ബസ് R1 R2 ബസ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു കോമൺ പാത്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളങ്ങനെ ബസ് എക്സ്പ്ലിസിറ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണമെന്നില്ല. പക്ഷേ എക്സ്പ്ലിസിറ്റായിട്ട് മെൻഷൻ ചെയ്യുന്ന കേസുകളുണ്ട്. അതായത് ബസ് ആദ്യം കൊടുത്തു, പിന്നെ ബസ് എടുത്തിട്ട് നമ്മളുടെ അവിടെ കൊടുത്തു, R2 കൊടുത്തു എന്നുള്ള രീതിയിലും കൊടുക്കാം. അതിന് 2 രീതിയിലും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം, രണ്ടായാലും ഓക്കെ കേട്ടോ. പക്ഷേ ഈ R1 gives R2 എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് ബസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇൻ ദ ഫോമർ കേസ് ദ ബസ് ഈസ് ഇംപ്ലിസിറ്റ് ബട്ട് ഇൻ ദ ലേറ്റർ ദ എക്സ്പ്ലിസിറ്റ്ലി ഇൻഡിക്കേറ്റഡ്. അപ്പോൾ ഇതിൽ ഇംപ്ലിസിറ്റ്ലിയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, ഇതിന് എക്സ്പ്ലിസിറ്റ്ലിയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റുകൾ. ജസ്റ്റ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് അതേപോലെ മൈക്രോ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, ഓരോന്ന് സെപ്പറേറ്റാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, എല്ലാം കൂടെ കോമൺ ആയിട്ടൊന്ന് നിങ്ങൾക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മളുടെ ഈ സിലബസിനകത്ത് പറയുന്നത്. കാരണം നമ്മളുടെ ഡിഗ്രീൻ്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ അധികം ഉണ്ടല്ലോ നമ്മളുടെ PGൻ്റെ കേസ്. മറ്റേ ഡിഗ്രിക്ക് എങ്ങനെ ഇതൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് അപ്പോൾ നമ്മളെല്ലാം കൂടെയാണ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺസെപ്റ്റുകൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിടാം. അതേപോലെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിടാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ലോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കരുതുന്ന പോലെ പക്ഷേ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഞാനാണ് S6ൻ്റെ ട്യൂട്ടർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ തന്നെ കുറേ മാനേജ് ചെയ്യാനും ഓഫ്ലൈനും ഓൺലൈനും കൂടെ ആയതുകൊണ്ട് കുറേ പേർക്ക് വരാത്തവരുണ്ട്, വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരുടെ കാര്യം സെറ്റ് ചെയ്യലും വരുന്നവരുടെ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും സൊല്യൂഷൻ കാണണം, വരാത്തവർക്ക്. അങ്ങനെ കുറേ അതിൻ്റെയൊക്കെ പിന്നെയുള്ള ചുറ്റുപാടുകളും ഒക്കെ കൂടെ ആയിട്ട് വെരി ബിസി ഷെഡ്യൂളാണ്. സോ ഏതായാലും നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്തിട്ട് എത്രയും എഴുതാവുന്ന കൺസെപ്റ്റുകളാണ്. നമ്മളിപ്പോൾ ഈ ഒറ്റ കൺസെപ്റ്റ് തന്നെ എടുത്തിട്ട് എത്രയും എഴുതാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളുടെ കോളേജിൽ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ബുക്സൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.